ഇൻവെസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാമെന്ന് തന്നെ പലരും തീരുമാനിക്കാറില്ല. പക്ഷെ തീരുമാനിച്ചു കഴിഞ്ഞാലും വളരെ പാട് തന്നെയാണ് കാര്യങ്ങൾ. കുറെ അധികം പ്രൊഡക്ട്സ് ഉണ്ട്. ഏതില് എത്ര രൂപ വെച്ച് എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട് ശരിക്കും ഫിഗർ ഔട്ട് ചെയ്യാൻ. ശരിയല്ലേ? ഒന്നും പേടിക്കണ്ട, എല്ലാം സെറ്റ് ആക്കി തരാം. ഹായ്, ഞാൻ നിങ്ങളുടെ ആശാൻ ഷാരിഖ് ഷംസുദ്ദീൻ. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി മുഴുവനായി പഠിക്കുന്ന ഈ സീരീസിലേക്ക്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് മുഴുവനായി തന്നെ പഠിക്കുന്ന ഈ സീരീസിലെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ലേണിംഗ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സും വിശദമായി മുഴുവനായും കാണുക. നമുക്ക് പണത്തെ പേടിക്കാതെ ജീവിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റിംഗ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ വിഷയം ആയതുകൊണ്ട് ഞാൻ ഇതിനെ 2 ക്ലാസ്സസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. അതിലെ 2ാമത്തെ ക്ലാസ് ആണിത്. ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റിംഗിന്റെ കഴിഞ്ഞ ക്ലാസ് മുഴുവനായി പഠിച്ചുവെങ്കിൽ മാത്രം ഈ ക്ലാസ് കാണുക. എനിക്കറിയാം കാര്യങ്ങൾ കുറച്ചൊന്ന് ഹെവി ആകുന്നുണ്ട്, എന്നാലും ആരും തളരരുത്. അതിശക്തമായി തന്നെ പഠിക്കുക. നമുക്ക് എല്ലാവർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണ്ടേ? അപ്പൊ എല്ലാവരും ക്ലാസ് മുഴുവനായി ശ്രദ്ധിച്ച് തന്നെ കാണുക. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴും ചെയ്യുന്നത് പോലെ താഴെ കമന്റ് സെക്ഷനിൽ പോയിട്ട് പ്രസന്റ് എന്ന് കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. ഈ ക്ലാസ്സിൽ കാണിക്കുന്ന പ്രസന്റേഷനും ഇതിൽ ഉപയോഗിക്കുന്ന ടൂൾസിലേക്കുള്ള ആക്സസും കിട്ടാൻ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. എല്ലാ എപ്പിസോഡും കണ്ട് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നന്നായി പഠിക്കുന്നവരാണ് ഗിവ് അവേക്ക് എലിജിബിൾ ആവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു പേഴ്സണൽ ഫൈനാൻസ് A to Z ബൈ മാർക്കറ്റ് ഫീഡ്. എല്ലാവരെയും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലേണിംഗ് സീരീസ് ചെയ്യുന്നതും ഈ ചാനലിലെ മറ്റു മിക്ക വീഡിയോകൾ ചെയ്യുന്നതും. പക്ഷേ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര പഠനം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിലേക്ക് എത്താനുള്ള യാത്രയിൽ നിങ്ങൾക്ക് പല ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സും സർവീസസും ആവശ്യമുണ്ടാകും. അപ്പൊ അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിക്സോട് കൂടി മിസ്സെല്ലിംഗ് ഇല്ലാതെ മലയാളം കസ്റ്റമർ സർവീസോട് കൂടി നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ റൺ ചെയ്യുന്ന എന്റെ സ്വന്തം കമ്പനിയാണ് മാർക്കറ്റ് ഫീഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്, ആൽഗോ ട്രേഡിംഗ് എന്നുള്ള സർവീസുകൾ ഇന്ന് മാർക്കറ്റ് ഫീഡ് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫറിംഗ്സിനെയും ഞങ്ങൾ പാർട്ട്ണർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ സർവീസസിനെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ജോയിൻ ചെയ്യാനുമായി താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ കഴിഞ്ഞ ക്ലാസിന്റെ ഒരു റിവിഷനും നമ്മൾ അവിടെ എടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ഡിസിഷനുകളും ഒന്ന് നമുക്ക് നോക്കാം. ശരിയല്ലേ? അത് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് തുടങ്ങാം. അപ്പൊ എന്താണ് ഇൻവെസ്റ്റിംഗ് എന്നും അതിന്റെ ഇമ്പോർട്ടൻസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേജർ അസറ്റ് ക്ലാസസും ഓരോ അസറ്റ് ക്ലാസസിലെയും ബിഗിനർ ഫ്രണ്ട്ലി ആയ പോപ്പുലർ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സും പാസീവ് വേഴ്സസ് ആക്റ്റീവ് ഇൻവെസ്റ്റിംഗും നമ്മൾ പഠിച്ചു. അങ്ങനെ അതെല്ലാം പഠിച്ചതിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ബിഗിനേഴ്സിന് എല്ലാ അസറ്റ് ക്ലാസസിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് എന്നും നമ്മൾ പഠിച്ചു. ശരിയാണല്ലോ? അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും എവിടെ എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന പ്രാക്ടിക്കൽ കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പിക്കൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശരിക്കും പാടുണ്ടോ അതോ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഷുഡ് യു ഇൻവെസ്റ്റ്? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറി പറഞ്ഞതുകൊണ്ടോ ഞാൻ പറഞ്ഞതുകൊണ്ടോ കൂട്ടുകാരൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് പറ്റും ചെയ്യണമെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഷുഡ് യു ഇൻവെസ്റ്റ് എന്ന ചോദ്യത്തിന് ഒരു ഫ്രെയിം വർക്ക് വെച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അതിനുവേണ്ടി സ്വയം ചോദിക്കാൻ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ പെട്ടെന്ന് തരാം. 1, നിങ്ങൾക്ക് നല്ലൊരു സ്ഥിര വരുമാനമുണ്ടോ? 2, നിങ്ങൾക്ക് നമ്മൾ സേവിങ്സിന്റെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ആയിട്ടുണ്ടോ? 3, വളരെ കൂടിയ ഹൈ ഇൻട്രസ്റ്റിലുള്ള ലോണുകൾ നിങ്ങൾക്ക് അടച്ചു തീർക്കാനുണ്ടോ? 4, വലിയ എമർജൻസീസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആയിട്ട് പ്രോപ്പർ ഇൻഷുറൻസസ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടോ? 5, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? 6, ലോങ് ടേം ഗോൾസിലേക്കും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും എത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ബാക്കി ഒന്നിനും ടിക്ക് വീണില്ലെങ്കിലും ഈ ചെക്ക് ലിസ്റ്റിലെ സെക്കൻഡും തേർഡും ഫോർത്തും പോയിന്റിലേക്ക് ടിക്ക് വീണിരിക്കണം. എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യാതെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ലോണുകൾ അടച്ചു തീർക്കാതെ മര്യാദക്ക് ഇൻഷുറൻസ് ഇല്ലാതെ ആരും ഇൻവെസ്റ്റിംഗിലേക്ക് ഇറങ്ങേണ്ടതില്ല. കേട്ട് മൂഡ് ഔട്ട് ആകണ്ട. അതൊന്നും ചെയ്തു വെച്ചില്ലെങ്കിലുള്ള പ്രധാന പ്രശ്നം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഇൻവെസ്റ്റ്മെന്റ്സ് വിൽക്കേണ്ടി വരും, അത് പൊളിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി അതല്ല,
ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഓരോ ചോദ്യത്തിന്റെ സൈഡിലും ടിക്ക് വീണിട്ടുണ്ടെങ്കിൽ ഷുഡ് യു ഇൻവെസ്റ്റ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഉറപ്പായിട്ടും യെസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം, അത് ഉടനെ തന്നെ തുടങ്ങിയിരിക്കണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് എത്ര വേഗം തുടങ്ങുന്നോ അത്രയും നല്ലത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് തന്നെ ചെയ്യണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കാൻ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഇൻവെസ്റ്റിംഗിലേക്ക് പൈസ ഇറക്കാൻ 2 പോപ്പുലർ രീതികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. SIP എന്ന എല്ലാവരും കേട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് വാക്കും നമ്മൾ ഇവിടെയാണ് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ലംസം, വാട്ട് ഈസ് SIP? പണം ഡിപ്ലോയ് ചെയ്യാനുള്ള ആദ്യത്തെ രീതി ലംസം മെത്തേഡ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു തുക ഒറ്റയടിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പലപ്പോഴും മോശമല്ലാത്ത ഒരു തുക ഒറ്റയടിക്ക് കയ്യിലേക്ക് എത്തുമ്പോഴാണ് ആൾക്കാർ ലംസം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കാറ്. ഇതിന്റെ നല്ല വശങ്ങൾ നോക്കുകയാണെങ്കിൽ ആ പൈസ അക്കൗണ്ടിൽ വെറുതെ ഇരിക്കുന്നതിന് പകരം അത് നന്നായി ഗ്രോ ആകും, ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ ഗോൾസിലേക്ക് നല്ലൊരു പുഷ് കിട്ടും, എല്ലാത്തിനേക്കാളും ഉപരി അത് ചിലവായി പോകാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതിന് മോശം വശങ്ങളും കുറച്ചുണ്ട്. മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള, അതായത് എക്വിറ്റിയോ ഗോൾഡോ ഒക്കെ പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റിലേക്കാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അത് ഒറ്റയടിക്ക് കേറാനോ വീഴാനോ സാധ്യതയുണ്ട്. മാർക്കറ്റ് കുറെ കയറി നിൽക്കുമ്പോഴാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയ നഷ്ടങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിൽ കാണേണ്ടി വന്നേക്കാം. അതായത് ടൈമിംഗ് റിസ്ക് എന്നൊരു സംഭവം ലംസം ഇൻവെസ്റ്റിംഗിനുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയം ഒന്ന് തെറ്റിപ്പോയാൽ അത് നമ്മുടെ ലോങ് ടേം റിട്ടേൺസിനെ തന്നെ വളരെ മോശമായി ബാധിക്കും. അതേസമയം നല്ല സമയം നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ റിട്ടേൺസ് കൂടുകയും ചെയ്യും. അതായത് കുറെ അധികം സ്കില്ലും നോളജും ശരിക്കും കുറെ അധികം വേണ്ട ഒരു പരിപാടിയാണ് ലംസം ഇൻവെസ്റ്റിംഗ് എന്ന് മനസ്സിലാക്കാം. അപ്പോ എക്വിറ്റി ഗോൾഡ് ഒക്കെ പോലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ലംസം അത്ര നല്ലതല്ല. ഡെറ്റിൽ എന്നാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് പണം ഡിപ്ലോയ് ചെയ്യാനുള്ള രണ്ടാമത്തെ രീതിയായ SIP നോക്കാം. പല ചെറിയ എമൗണ്ടുകൾ ഒരു ഫിക്സ്ഡ് ടൈം ഇന്റർവെല്ലിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഫിക്സ്ഡ് ടൈം ഇന്റർവെൽ എന്ന് പറയുമ്പോൾ മാസാമാസമോ ആഴ്ചക്കാഴ്ചക്കോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന എന്ത് ഫിക്സ്ഡ് ഷെഡ്യൂളും ആകാം. പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിലേക്ക് പണം ഇടുന്നതിനെയാണ് എല്ലാവരും SIP എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റിലേക്കും ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് SIP എന്ന് വിളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ SIPയുടെ മെയിൻ ബെനിഫിറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടൈമിംഗ് റിസ്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് എക്വിറ്റി ഗോൾഡ് ഒക്കെ പോലുള്ള കയറ്റി ഇറക്കങ്ങളുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് പൈസ ഇടാൻ ബെസ്റ്റ് രീതി SIP തന്നെയാണ്. കാരണം നമ്മൾ പൈസ തവണകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് അസറ്റിന്റെ വില കൂടി നിൽക്കുമ്പോഴും കുറഞ്ഞു നിൽക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ലോങ് ടേമിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈമിംഗ് റിസ്ക് പോയിട്ട് നമ്മുടെ ഇൻവെസ്റ്റിങ്ങിന് ഒരു ആവറേജ് പ്രൈസ് കിട്ടും. അപ്പൊ ഈ ഒരു ബെനിഫിറ്റ് മനസ്സിലായല്ലോ. ഇതിന്റെ കൂടെ തന്നെ ശമ്പളം വാങ്ങുന്ന എല്ലാവരുടെയും വരുമാനം വരുന്നത് മാസത്തിൽ ഒരിക്കലല്ലേ. അപ്പൊ അതുമായി കൃത്യമായി മാച്ച് ആക്കി നമുക്ക് SIPയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിലൂടെ എളുപ്പത്തില് അച്ചടക്കത്തോടു കൂടി തന്നെ നമുക്ക് ഇൻവെസ്റ്റിംഗ് മുടങ്ങാതെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇനി SIPയുടെ മോശം വശങ്ങൾ എന്താണെന്ന് കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്ന്, നന്നായി ടൈം ചെയ്ത് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാം എന്നുള്ള പരിപാടി ഇവിടെ നടക്കില്ല. അതല്ലെങ്കിലും നടത്താൻ പാടായ ഒരു പരിപാടി ആയതുകൊണ്ട് വലിയൊരു പ്രശ്നമല്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെയാണ് ഒരു വേൾഡ് ഫേമസ് സേയിങ് എനിക്ക് പറയാനുള്ളത്. ടൈം ഇൻ ദ മാർക്കറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ടൈമിംഗ് ദ മാർക്കറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മോശം കാര്യം നോക്കാം. നല്ല കമ്മിറ്റ്മെന്റ് വേണം SIPക്ക്. കമ്മിറ്റ് ചെയ്ത ഇന്റർവെല്ലിൽ എന്തായാലും മുടങ്ങാതെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിന് വലിയ ഡിസിപ്ലിൻ ആണ് ശരിക്കും വേണ്ടത്. പലരും ഓട്ടോമേറ്റഡ് SIP ഒക്കെ സെറ്റ് ചെയ്യുമെങ്കിലും പലപ്പോഴും നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. ലംസം ആകുമ്പോൾ ഒറ്റയടിക്ക് പൈസ അങ്ങ് പോകുമല്ലോ, ഒറ്റയടിക്ക് അങ്ങ് ഇൻവെസ്റ്റ് ആകുമല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ SIPക്ക് ഉണ്ട്. അപ്പൊ പറഞ്ഞതുപോലെ ബിഗിനേഴ്സിന് എന്തായാലും ഏത് അസറ്റ് ക്ലാസസിലേക്കാണെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് രീതി SIP തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടതും. അങ്ങനെ ലംസം ഇൻവെസ്റ്റിംഗും SIP ഇൻവെസ്റ്റിംഗും വ്യക്തമായി മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാം. വെയർ ടു ഇൻവെസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആൾക്കാർ സാധാരണയായി ചിന്തിക്കുക എക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ആയിരിക്കും. ശരിയല്ലേ? അതായത് അസറ്റ് ക്ലാസുകളോ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റുകളോ ഒക്കെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുക. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി വെയർ ടു ഇൻവെസ്റ്റ് എന്നത് എങ്ങനെ ശരിയായി ചിന്തിക്കണം എന്ന് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനേക്കാൾ വിശദമായി ഈ ക്ലാസ്സിൽ പഠിക്കാം എന്ന് പറഞ്ഞിരുന്നു. ആദ്യം ഏതൊക്കെ അസറ്റ് ക്ലാസുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അത് തീരുമാനിച്ചതിന് ശേഷം ഓരോ അസറ്റ് ക്ലാസ്സിലെയും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആദ്യത്തെ സ്റ്റെപ്പിൽ പല അസറ്റ് ക്ലാസുകൾ സെലക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ക്ലാസസ് ആണ്, പ്ലൂറൽ ആണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് തന്നെ നമ്മുടെ ലൈഫിലെ ഓരോ ഗോൾസ് അച്ചീവ് ചെയ്യാനല്ലേ.
അപ്പൊ ഓരോ ഗോളിനും അതിന്റെ സ്വഭാവവും അത് എത്ര നാൾ കഴിഞ്ഞാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് നോക്കി പല അസറ്റ് ക്ലാസുകളും അതിലെ പ്രൊഡക്ട്സും ഉള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ശരിക്കും ബിൽഡ് ചെയ്യേണ്ടത്. അതിലേക്കാണ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് അടങ്ങുന്ന ഒരു കളക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് ആണ്. ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലെ പല ടൈപ്സ് ഓഫ് അസറ്റ് ക്ലാസസും ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സും ഉണ്ടാകും. റിസ്ക് കുറഞ്ഞതും റിട്ടേൺ കൂടിയതും ലിക്വിഡിറ്റി കൂടിയതും അങ്ങനെ പലതും. ഒരു നല്ല പോർട്ട്ഫോളിയോയുടെ അകത്തെ കമ്പോണൻസും അതിന്റെ റേഷ്യോവും നമ്മുടെ ജീവിതത്തിലെ ഗോളുകൾക്കനുസരിച്ചും ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർഷങ്ങളുടെ കണക്കനുസരിച്ചും എടുക്കാൻ താല്പര്യപ്പെടുന്ന റിസ്ക് അനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പല പല അസറ്റുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ഓവറോൾ റിസ്ക്കും കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത് വെയർ ടു ഇൻവെസ്റ്റ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ചോദ്യത്തിന്റെ പെർഫെക്റ്റ് ഉത്തരം അതാണ്. ഇൻവെസ്റ്റ് ഇൻ എ പോർട്ട്ഫോളിയോ ഡിസൈൻഡ് ഫോർ യുവർ ഗോൾസ്. അതായത് നമ്മളുടെ ഫൈനാൻഷ്യൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അതിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പോർട്ട്ഫോളിയോയിലേക്കാണ് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ പല ബിഗിനേഴ്സിനും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ, ഈ പോർട്ട്ഫോളിയോ എന്ന സംഭവം എന്തോ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അപ്പൊ നേരെ നമ്മൾ അങ്ങ് പോയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് അസറ്റ് ക്ലാസസുകളും അതിലെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റുകളുമാണ്. അതിനെയൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ സെലക്ട് ചെയ്ത് സെറ്റ് ആക്കി വെക്കുമ്പോൾ അതിനെ ഒരു പോർട്ട്ഫോളിയോ എന്ന് വിളിക്കാൻ പറ്റുന്നു എന്ന് മാത്രം. അതായത് നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ വരുന്ന ഏറ്റവും നാച്ചുറൽ ഡൗട്ട് ഇതായിരിക്കും, അപ്പൊ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഹൗ ടു ക്രിയേറ്റ് എ പോർട്ട്ഫോളിയോ. ഒരു നല്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള ഒരു 5 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. സ്റ്റെപ്പ് 1, ഡിഫൈൻ യുവർ ഗോൾസ്. ആദ്യം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഗോൾ എന്താണെന്നും അതിന് ഇന്നത്തെ കണക്കിൽ എത്ര പൈസ വേണമെന്നും അതിലേക്ക് എത്താനുള്ള ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം ലൈനും വ്യക്തമായി എഴുതി വെക്കുക. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സെപ്പറേറ്റ് ഗോളുകൾ ഉണ്ടാകാം, എല്ലാം വേറെ വേറെയായി തന്നെ എഴുതുക. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ വെറുതെ കുറെ ഗോൾസ് എഴുതാതെ സീരിയസ് ആയി ലൈഫിൽ എന്തായാലും അച്ചീവ് ചെയ്യണമെന്നുള്ള നോൺ നെഗോഷ്യബിൾ ഗോൾസ് ആണ് എഴുതേണ്ടത്. അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആകാം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകാം, യാത്ര പോകുന്നതാകാം. ഇനി അതല്ല, അങ്ങനെ സ്പെസിഫിക് ഗോൾസ് ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഗ്രോയിങ് വെൽത്ത് എന്നുള്ള ഒരു ഗോളും ആകാം. അപ്പൊ ഗോൾസ് എഴുതുക. ഇന്നാണ് അത് അച്ചീവ് ചെയ്യേണ്ടതെങ്കിൽ ഇന്ന് അതിന് വേണ്ടി വരുന്ന എമൗണ്ട് എഴുതുക. ഓരോന്നിനും പിന്നിലുള്ള സ്ട്രോങ് വൈ നല്ല വ്യക്തതയോടുകൂടി എഴുതുക. അതായത് എന്തിനാണ് നിങ്ങൾക്ക് ഈ ഗോൾ വേണ്ടത് എന്ന് എഴുതുക. അത് കുറെ അധികം ക്ലാരിറ്റി തരും. അതിന്റെ കൂടെ തന്നെ ഏകദേശം എപ്പോഴത്തേക്കാണ്, എത്ര നാള് കഴിഞ്ഞാണ് ഓരോ ഗോളും അച്ചീവ് ചെയ്യേണ്ടത് എന്ന് കൂടി എഴുതുക. ഇത് കഴിഞ്ഞാൽ ടാർഗറ്റ് ഗോൾ എമൗണ്ട് എന്ന് പറഞ്ഞ ഒരു കോളം കൂടി ആഡ് ചെയ്ത് അവിടെ നമ്മളുടെ ഗോളിന്റെ ഇന്നത്തെ എമൗണ്ടിനെ ഇൻഫ്ലേഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതുക. ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ ഈസി ആയിട്ട് ആ നമ്പർ കിട്ടും. ഇത് ചെയ്യാതിരിക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 5 വർഷത്തില് ഒരു 10 ലക്ഷം ഒക്കെ കൂട്ടിവെച്ച് ഒരു കാർ വാങ്ങാൻ ചെല്ലുമ്പോൾ അതിന് പണപ്പെരുപ്പം കാരണം 15 ലക്ഷം ആയെങ്കിൽ പണി കിട്ടില്ലേ? അത് സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗോളിന്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ നമ്മൾ എഴുതുന്ന ഓരോ ഗോളിനും ഓരോ ടൈം ലൈൻ ആയിരിക്കുമല്ലോ. ഓരോന്നിനും അതിൻ്റെതായ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ ഗോള് ഒരു 3 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യേണ്ട ഷോർട്ട് ടേം ഗോൾ ആണെങ്കിൽ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാകണം അവിടുത്തെ ലക്ഷ്യം. റിസ്ക് കൂടുതലുള്ള ഇക്വിറ്റി പോലുള്ള അസറ്റുകളെ നമ്മൾ ഇവിടെ ഒഴിവാക്കണം. ഡെറ്റ് മാത്രം പാടുള്ളൂ. ഒരു എക്സാമ്പിൾ തരാം. ഒരു 2 വർഷത്തിൽ കാറ് വാങ്ങാനാണ് ഗോൾ എങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കാറ് വാങ്ങാൻ ചെല്ലുമ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ പണി കിട്ടില്ലേ? അതാണ് ഇവിടുത്തെ ലോജിക്ക്. ഇനി അതല്ല, നമ്മുടെ ഗോൾ ഒരു 3 to 7 ഇയേഴ്സിൽ അച്ചീവ് ചെയ്യേണ്ട ഒരു മീഡിയം ടേം ഗോൾ ആണെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ച് എടുക്കാവുന്നതാണ്. കുറച്ച് എക്വിറ്റിയിലും കുറച്ച് ഗോൾഡിലും കുറച്ച് ഡെറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതുമല്ല, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ 7 ഇയേഴ്സിലും കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ടേം ഗോൾ ആണെങ്കിൽ നമ്മൾ ഒരു ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് ആണ് എടുക്കേണ്ടത്. അപ്പൊ കൂടുതൽ എക്വിറ്റിയിലും കുറച്ച് ഗോൾഡിലും വളരെ കുറച്ച് മാത്രം ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും സ്റ്റെപ്പ് 1ൽ ഗോൾ എന്താണെന്നും എപ്പോ അതിനുള്ള പൈസ വേണമെന്നും അത് എത്രയാണെന്നും ഒക്കെ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് പോകാം. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കണം. സ്വഭാവത്തിൽ തന്നെ ഏറ്റവും പരിഗണിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര റിസ്ക് വരെ ഓക്കെ ആണെന്ന് പറയുന്ന നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ കണ്ടെത്തലാണ്. 2 കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കണം. ഒന്ന്, നിങ്ങൾക്ക് റിസ്ക് കൂടിയ ഇൻവെസ്റ്റ്മെന്റുകളിലുള്ള വിലയുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂയുടെ കയറ്റി ഇറക്കങ്ങൾ ഇമോഷണൽ ആകാതെ കംഫർട്ടബിൾ ആയിട്ട് കണ്ടു നിൽക്കാൻ പറ്റുമോ? 2, റിസ്ക് എടുക്കാൻ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സാഹചര്യം അനുവദിക്കുന്നുണ്ടോ?
വളരെ പേഴ്സണൽ ആയിട്ട് ഇരുന്ന് ചിന്തിക്കേണ്ട ഒന്നാണ് ഈ റിസ്ക് പ്രൊഫൈലിംഗ്. ഞാൻ ഇതാ സ്ക്രീനിലെ കറക്റ്റ് റിസ്ക് പ്രൊഫൈൽ കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യനെയർ കാണിക്കുന്നുണ്ട്. അത് സ്വയം ഫില്ല് ചെയ്താൽ ഇതിനൊരു സയന്റിഫിക് ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എക്സ്പീരിയൻസും ഗോൾസിന്റെ ടൈം ലൈനും അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ലിങ്കും എപ്പോഴത്തെ പോലെ ക്ലാസിന്റെ മെറ്റീരിയൽസിന്റെ കൂടെ തരുന്നുണ്ട്. തീർച്ചയായും ഇങ്ങനെ റിസ്ക് പ്രൊഫൈലിംഗ് ചെയ്ത് നോക്കി നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഈ അസൈൻമെന്റ് ചെയ്ത് കഴിയുമ്പോൾ 3 റിസ്ക് പ്രൊഫൈലുകളിൽ ഒരെണ്ണത്തിലേക്കാണ് നിങ്ങൾ എത്തുക. കൺസർവേറ്റീവ്, മോഡറേറ്റ് അല്ലെങ്കിൽ അഗ്രസീവ്. കൺസർവേറ്റീവ് ആയ ഒരു വ്യക്തി സേഫ്റ്റിക്ക് പ്രാധാന്യം നൽകും. അധികം കയറ്റിയിറക്കങ്ങൾ ഇല്ലാത്തൊരു പോർട്ട്ഫോളിയോ പ്രിഫർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആൾ കൂടുതൽ ഡെറ്റിലും വളരെ കുറവ് ഗോൾഡിലും എക്വിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ലോങ് ടേം മൈൻഡ് സെറ്റോട് കൂടി ഫ്ലക്ച്വേഷൻസിനെ പേടിക്കാത്ത ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾ കൂടുതൽ എക്വിറ്റിയിലും ഗോൾഡിലും വളരെ കുറച്ച് ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി മോഡറേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരാളാണ്. അങ്ങനെയുള്ളവർ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എടുത്ത് കുറച്ച് എല്ലാ അസറ്റ് ക്ലാസ്സസിലും ഇൻവെസ്റ്റ് ചെയ്യും. സിമ്പിൾ ആയി പറഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ കാരണം നമ്മുടെ ഉറക്കം പോകരുത്. അയ്യോ അത് കേറിയോ വീണോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ റിസ്ക് പ്രൊഫൈലുമായി മാച്ച് ആകാത്ത പോർട്ട്ഫോളിയോയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നല്ല കറക്റ്റ് ഇൻവെസ്റ്റിംഗ് ശരിക്കും വളരെ പീസ്ഫുൾ ആയ ഒരു സംഭവമാണ്. അതുകൊണ്ട് കൺസർവേറ്റീവിൽ തുടങ്ങി മാർക്കറ്റിന്റെ ഒരു ഫീൽ എടുത്തിട്ട് പിന്നെ പയ്യെ റിസ്ക് കൂട്ടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ്. അപ്പൊ റിസ്ക് പ്രൊഫൈലിംഗ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് സ്റ്റെപ്പ് 3 പഠിക്കാം. അസറ്റ് ക്ലാസ് അലോക്കേഷൻ കണ്ടെത്തുക. ആദ്യത്തെ 2 സ്റ്റെപ്പുകളുടെയും അവസാനം ഞാനത് നന്നായി മനസ്സിലാക്കി തരാനായിട്ട് അതിലെ ഉത്തരങ്ങളെ ബേസ് ചെയ്ത് ഏത് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് സൂചിപ്പിച്ചിരുന്നു. ശരിക്കും അത് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് ഇപ്പോഴാണ്. ആദ്യത്തെ 2 സ്റ്റെപ്പുകളിലെ ഉത്തരങ്ങളെയും കൂട്ടി വെച്ചുകൊണ്ട് ഏതൊക്കെ അസറ്റ് ക്ലാസുകൾ എത്ര വെച്ചാണ്, അതായത് എന്ത് റേഷ്യോയിലാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വേണ്ടത് എന്നുള്ളത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനായി കുറച്ച് തമ്പ് റൂൾസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഷോർട്ട് ടേം ഗോൾസിന് എന്തായാലും കുറെ ഡെറ്റ് വേണം, കുറച്ച് ഗോൾഡ് വെക്കാം, അതിലും കുറച്ച് ഇക്വിറ്റി പാടുള്ളൂ. അവിടെ റിസ്ക് പ്രൊഫൈൽ കൂടി ആഡ് ചെയ്താൽ ഇപ്പോ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ കൺസർവേറ്റീവ്, മോഡറേറ്റ്, അഗ്രസീവ് എന്ന 3 ഡിഫറെന്റ് റിസ്ക് റേഷ്യോസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പോർട്ട്ഫോളിയോകൾ കാണാം. ഇവിടെ കൺസർവേറ്റീവിലെ ഏറ്റവും കുറവ് ഇക്വിറ്റിയും അഗ്രസീവിലെ ഏറ്റവും കൂടുതൽ എക്വിറ്റിയും കാണാം. എന്നാലും ശ്രദ്ധിക്കേണ്ടത് ഇത് ഷോർട്ട് ടേം ഗോൾസിനായതുകൊണ്ട് അഗ്രസീവിൽ പോലും മാക്സിമം 15 മുതൽ 20% വരെ എക്വിറ്റി ഉള്ളൂ. ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, ഈ സ്ക്രീനിൽ കാണുന്ന പെർസെന്റേജസ് ഒരു ഫിക്സ്ഡ് റൂൾ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ ഞാൻ തരുന്നതല്ല. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അനുസരിച്ച് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താം. ഇൻഫാക്ട് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പക്ഷെ ഇവിടുത്തെ ലോജിക്കുകളെ ഒന്നും ബ്രേക്ക് ചെയ്യരുത്. അത് പഠിപ്പിച്ചു തരൽ മാത്രമാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ഇനി ഇതുപോലെ തന്നെ മീഡിയം ടേമിലേക്കും ലോങ് ടേമിലേക്കും ഓരോ റിസ്ക് പ്രൊഫൈലിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അസറ്റ് ക്ലാസ് അലോക്കേഷൻ ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പോസ് ചെയ്ത് വിശദമായി നോക്കിക്കോളൂ. സെയിം ലോജിക്ക് തന്നെയാണ്. ഈ ലോജിക്ക് മനസ്സിലാക്കലാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. അപ്പോൾ അസറ്റ് ക്ലാസ് അലോക്കേഷൻ കണ്ടെത്താൻ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഫൗണ്ടേഷൻ സെറ്റായി. ഇനി ഇതിൽ വേണ്ട പ്രൊഡക്ട്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഡേറ്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4, നോ അപ്രോക്സിമേറ്റ് കൺസർവേറ്റീവ് എക്സ്പെക്ടഡ് റിട്ടേൺസ്. അതായത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ അസറ്റ് ക്ലാസ് അലോക്കേഷൻ വെച്ചുള്ള പോർട്ട്ഫോളിയോ ഭാവിയിൽ ഉദ്ദേശം എത്ര CAGR റിട്ടേൺസ് തരുമായിരിക്കും എന്ന അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. എനിക്കറിയാം എക്വിറ്റിയും ഗോൾഡും ഒക്കെ പോലുള്ള വോളറ്റൈലായ റിസ്ക് ഉള്ള അസറ്റുകളുള്ള പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒരിക്കലും ഗ്യാരണ്ടീഡ് റിട്ടേൺസ് കിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ്. റിസ്ക് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ. എന്നാൽ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്താൽ ആ റിസ്ക് ഒക്കെ കഴിഞ്ഞ് ഗ്യാരണ്ടീഡ് അല്ലാതെ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഓക്കെ ആയി പോയാൽ ഏറെക്കുറെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ള CAGR എന്തായിരിക്കും എന്നാണ് ഇവിടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അപ്രോക്സിമേറ്റ് എന്നും കൺസർവേറ്റീവ് എന്നുള്ള വാക്കുകൾ ആദ്യം തന്നെ ഉപയോഗിച്ചത്. ഇനി ഈ എക്സ്പെക്ടഡ് റിട്ടേൺസ് അറിഞ്ഞു വെച്ചാലും അത് ചിലപ്പോൾ അച്ചീവ് ആവുക പോലും ഉണ്ടാകില്ല എന്നുള്ള ഫുൾ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി മാത്രമേ എക്വിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ വിചാരിച്ചതിലും കൂടുതൽ റിട്ടേൺസ് തരികയും ചെയ്തേക്കാം. അപ്പോ ഇങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് കൺസർവേറ്റീവ് എക്സ്പെക്ടഡ് റിട്ടേൺസ് ശരിക്കും അറിഞ്ഞു വെക്കുന്നത് ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാൻ ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും തന്നെയാണ്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഓരോ അസറ്റ് ക്ലാസിന്റെയും ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് നോക്കും. അതായത് ഈ അസറ്റ് ക്ലാസുകൾ കഴിഞ്ഞ 10, 20, 30 വർഷത്തിൽ തന്നെ CAGR നോക്കും. എന്നിട്ട് അത്രയോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ട് അതിന്റെ ജസ്റ്റ് താഴെയോ ഒക്കെ അടുത്ത 10 വർഷത്തിലൊക്കെ കിട്ടുമായിരിക്കുമെന്ന് അപ്രോക്സിമേറ്റ്ലി കൺസർവേറ്റീവ്ലി പ്രതീക്ഷിക്കാം. അപ്പൊ എക്വിറ്റിക്കും ഗോൾഡിനും ഡെറ്റിനും ഹിസ്റ്റോറിക്കലി കിട്ടിയിട്ടുള്ള റിട്ടേൺസും അത് വെച്ച് ഞാൻ മുന്നിലേക്ക് കാൽക്കുലേഷനുകൾക്ക് എടുക്കുന്ന നമ്പേഴ്സുമാണ് ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, റിട്ടേൺസ് ഗ്യാരണ്ടീഡ് അല്ല എന്ന് അറിയുമെങ്കിലും
പ്ലാനിങ് നടത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിന്റെയും ഈ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ പഠിച്ച ഓരോ അസറ്റ് ക്ലാസ് അലോക്കേഷനിലും അതാത് റേഷ്യോയിൽ ഈ നമ്പേഴ്സ് അപ്ലൈ ചെയ്താൽ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ ഓരോ അസറ്റ് ക്ലാസ് അലോക്കേഷന്റെയും ഒരു ഉദ്ദേശ അപ്രോക്സിമേറ്റ് കൺസർവേറ്റീവ് എക്സ്പെക്ടഡ് റിട്ടേൺസ് നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും ചെയ്ത് സ്വന്തം മിക്സിന്റെ നമ്പേഴ്സ് കണ്ടെത്താം. അപ്പൊ ഇതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. സ്റ്റെപ്പ് നമ്പർ 5, ചൂസ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സ്. പെട്ടെന്ന് സമ്മറി പറയാനാണെങ്കിൽ എപ്പോഴും നല്ലത് പാസീവ് ഇൻവെസ്റ്റിംഗ് ആയ വളരെ സിമ്പിൾ ആയ മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ് ഏറെക്കുറെ എല്ലാ അസറ്റ് ക്ലാസ്സസിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്റ്റെപ്പ് 3 വരെ ചെയ്ത് അസറ്റ് ക്ലാസ് അലോക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഓരോ അസറ്റ് ക്ലാസ്സിലും ആ അസറ്റ് ക്ലാസ്സിലെ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് കണ്ടെത്തുക. എന്നിട്ട് ആ മ്യൂച്വൽ ഫണ്ടുകളില് സ്റ്റെപ്പ് 3യിൽ ഡിസൈഡ് ചെയ്ത അതേ അലോക്കേഷൻ പെർസെന്റിൽ പൈസ ഇടാൻ തീരുമാനിക്കുക. യെസ്, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ പല ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സിന്റെ ആ കളക്ഷനെയാണ് നിങ്ങളുടെ സ്വഭാവത്തിനും നിങ്ങളുടെ ഗോൾസിനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സൂപ്പർ അല്ലേ? കിടിലമായി ഇൻവെസ്റ്റിംഗ് പഠിക്കാൻ പറ്റിയില്ലേ? എന്നാലും ഇവിടെ നിങ്ങൾക്കുള്ള അടുത്ത ഡൗട്ട് എന്തായിരിക്കും എനിക്കറിയാം. ഈ ഓരോ അസറ്റ് ക്ലാസ്സസിലെയും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതായിരിക്കും. അത് പഠിക്കുന്നത് വേറെ ഒരു അറിവിന്റെ സാഗരം തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സീരീസ് മ്യൂച്വൽ ഫണ്ടിന്റെ അറൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റിൽ അറിയിക്കണം, നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുന്നില്ല. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എല്ലാ മലയാളിയുടെയും ബേസ് ഈ സീരീസിലൂടെ തന്നെ സെറ്റ് ആക്കണം എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഏത് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ ചാനലിൽ ചെയ്ത വീഡിയോ ഈ ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ കണ്ടോളൂ. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബിസി ആണെങ്കിൽ ഇതൊക്കെ പഠിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ബേസിക്സ് അറിയാമെങ്കിൽ, നിങ്ങളെ ആരും പറ്റിക്കില്ല എന്നത്ര നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു തരുന്ന സർവീസ് പ്രൊവൈഡേഴ്സിനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവർക്ക് കൊടുക്കുന്ന ചാർജസ് നിങ്ങൾ പ്ലാനിങ് തെറ്റിക്കുന്നതിനേക്കാളും പ്ലാനിങ് ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഭേദം തന്നെയായിരിക്കും. എന്റെ കമ്പനിയായ മാർക്കറ്റ് ഫീഡിനും നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം താഴെ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളിലൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കാം. ഹൗ മച്ച് ടു ഇൻവെസ്റ്റ്. അതായത് നമ്മൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ശരിക്കും ഇത് കണ്ടുപിടിക്കൽ വളരെ എളുപ്പമാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ആദ്യം പഠിച്ചതുപോലെ SIP ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ SIP വഴി ഓരോ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഫ്യൂച്ചറിലെ ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനാണല്ലോ. കഴിഞ്ഞ സെക്ഷനിലെ ആ ഗോൾസിലേക്ക് എത്താൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പോർട്ട്ഫോളിയോ നമ്മൾ പഠിച്ചല്ലോ. അവിടെ ആ പോർട്ട്ഫോളിയോയുടെ അപ്രോക്സിമേറ്റ് കൺസർവേറ്റീവ് എക്സ്പെക്ടഡ് റിട്ടേൺസ് നമ്മൾ നോക്കി വെച്ചല്ലോ. യെസ്, അപ്പോ ആ നമ്പറും നമ്മുടെ ലൈഫിലെ ഗോൾസിന്റെ നമ്പറും ഉണ്ട് എങ്കിൽ ഈസിയായി എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് ഓൾറെഡി കുറച്ച് എന്തെങ്കിലും അസറ്റ്സോ ഇൻവെസ്റ്റ്മെന്റ്സോ കയ്യിൽ ഉണ്ട് എങ്കിൽ അതും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണം. എന്തെങ്കിലും സ്വയം വാങ്ങിയതാകാം, കല്യാണത്തിന് കിട്ടിയ ഗോൾഡ് ആകാം, അല്ലെങ്കിൽ കുടുംബ സ്വത്താകാം. കുടുംബ സ്വത്താണെങ്കിൽ ഇപ്പൊ കയ്യിലേക്ക് വന്നിട്ടില്ല, എന്നാൽ എന്തായാലും വരുമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കൺസിഡർ ചെയ്യാം. ഭാവിയിൽ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യാൻ ഓക്കെ ആയ സാധനങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് കയ്യിലുള്ള ഗോൾഡ് ചിലപ്പോൾ വിൽക്കാൻ പറ്റുന്നതാകാം, അല്ലെങ്കിൽ സെന്റിമെന്റൽ വാല്യൂ ഉള്ളത് കൊണ്ട് വിൽക്കാൻ പറ്റാത്തതാകാം. പറ്റുന്നതാണ് എങ്കിൽ നമ്മളുടെ ഗോളിന്റെ കാൽക്കുലേഷനിലേക്ക് അതിനെയും പെടുത്തണം. കാരണം അതും കിടന്ന് ഗ്രോ ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ വില കുറച്ചുള്ള ഗ്രോത്ത് മാത്രം നമ്മൾ അല്ലാതെ ഉണ്ടാക്കിയാൽ പോരെ. അപ്പോൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കണ്ടെത്താനായി ഇങ്ങനെ ഒരു ഗോൾ ബേസ്ഡ് SIP കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. അതിൽ നമ്മളുടെ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവും അതിന് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ റേറ്റും ഫ്യൂച്ചറിലെ ഗോൾ എമൗണ്ടും അതിലേക്കുള്ള സമയവും നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള എക്സ്പെക്ടഡ് റിട്ടേൺസും ഇട്ടുകൊടുത്താല് കാണുന്നത് പോലെ വളരെ സിമ്പിൾ ആയി നമ്മൾ ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് നമുക്ക് മനസ്സിലാകും. സൂപ്പർ അല്ലേ? പക്ഷെ ഇവിടെ പ്രാക്ടിക്കലായി വരുന്ന ഒരു പ്രശ്നം ഞാൻ ഇപ്പൊ തന്നെ പറയട്ടെ. പലപ്പോഴും ആ കാണിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ മാസവും കയ്യിൽ ഉണ്ടായി എന്ന് വരില്ല. അപ്പൊ അവിടെ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കാരണം ഇതൊരു മേജർ പ്രശ്നമാണ്, പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് 3 സൊല്യൂഷൻ ഉണ്ട്. ഒന്ന്, ഇന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണോ അത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ഭാവിയിൽ വരുമാനം കൂട്ടിയിട്ട് പിന്നീട് ഈ SIP എമൗണ്ട് കൂട്ടിക്കൊണ്ടുപോകാം. 2, ജീവിതത്തിലെ ചെലവുകളെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അതിലൂടെ കുറച്ച് എക്സ്ട്രാ തുക കണ്ടെത്താം. അങ്ങനെ വേണ്ട അത്ര SIP ചെയ്യാം. 3, ഇനി ഇതൊന്നും പറ്റിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ മാത്രം
നമ്മൾ സെറ്റ് ചെയ്ത ഗോൾസിനെ ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്ത് അത് നമ്മുടെ ജീവിത സാഹചര്യവുമായി മാച്ചിങ് ആണോ എന്നുള്ളത് റിയലിസ്റ്റിക് ആയി ഒന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് വേണ്ട ചേഞ്ചസ് വരുത്തുക. എന്നിട്ട് എൻറ്റയർ പ്രോസസ്സ് ഒന്നുകൂടി ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, എപ്പോഴും വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണമെന്നും ഡ്രീംസും ഗോൾസും കോംപ്രമൈസ് ചെയ്യരുതെന്നുമാണ്. പകരം ഇൻകം കൂട്ടാനുള്ള ഹസിൽ ചെയ്ത് ഇൻകം കൂട്ടി മാന്യമായ എക്സ്പെൻസ് മാത്രം ചെയ്ത് സ്വപ്നങ്ങളിലേക്ക് എത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ ഇതുവരെ പഠിച്ചത് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം. ഫൈസൽ എന്നൊരാളുടെ എക്സാമ്പിൾ ആണ് നോക്കുന്നത്. ഫൈസലിന് 30 വയസ്സാണ്. ഫൈസലിന്റെ ഗോള് 55 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യണം, അതിനുശേഷം പണത്തെ പറ്റി പേടിക്കാതെ സമാധാനത്തിൽ ജീവിക്കണം എന്നാണ്. അപ്പൊ ഫൈസൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോള് റിട്ടയർമെന്റ് ആണ്. അതിലേക്കുള്ള സമയം 25 വർഷങ്ങളാണ്. ഇന്നത്തെ ഒരു സെറ്റപ്പ് വെച്ച് ഇന്ന് റിട്ടയർ ചെയ്യണമെങ്കിൽ ഫൈസലിന് 1.5 കോടി രൂപ വേണ്ടി വരുമെന്നറിയാം. അപ്പൊ നമ്മൾ പഠിച്ചതുപോലെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്യൂച്ചർ ഗോൾ വാല്യൂ അല്ലെങ്കിൽ ടാർഗറ്റ് ഗോൾ വാല്യൂ നോക്കുമ്പോൾ അത് 4.29 കോടി രൂപയാണ്. അതായത് 55 വയസ്സാകുമ്പോഴേക്ക് ഫൈസലിന് 4.29 കോടി രൂപ വേണം റിട്ടയർ ചെയ്യാൻ വേണ്ടി. റിസ്ക് പ്രൊഫൈൽ പറയാനാണെങ്കിൽ ഫൈസൽ അത്യാവശ്യം ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് മനസ്സിലാകാം. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടും സ്വന്തം കംഫർട്ടും നോക്കിയിട്ട് ഫൈസലെ ഒരു 80% എക്വിറ്റിയും 10% ഡെറ്റും 10% ഗോൾഡും ഉള്ള ഒരു അസറ്റ് അലോക്കേഷൻ തീരുമാനിക്കുന്നു. അഗ്രസീവ് പോർട്ട്ഫോളിയോ ആയതുകൊണ്ട് 12% റിട്ടേൺസ് പ്രതീക്ഷിച്ചാൽ ഫൈസലിന് ഇവിടെ 22,000 രൂപ ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്താൽ ഗോളിലേക്ക് എത്താൻ പറ്റുമെന്ന് മനസ്സിലാകുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയ ഫൈസല് ഹാപ്പി ആയിട്ട് ഇതിൽ ഓരോ അസറ്റ് ക്ലാസ്സിലുമുള്ള ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് കണ്ടെത്തി 25,000 രൂപയുടെ SIP തുടങ്ങുന്നു. ഇവിടെ ഓരോ വർഷവും SIP എമൗണ്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ഫൈസൽ തയ്യാറാണ് എങ്കിൽ, അതായത് ഓരോ വർഷവും വരുമാനം കൂടുന്നതിനൊപ്പം ഒരു 5% ഫൈസൽ SIP എമൗണ്ട് ഓരോ വർഷവും കൂട്ടാൻ തയ്യാറാണെങ്കിൽ ആൾക്ക് ഇന്ന് വെറും 16,000 രൂപ മാത്രം മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര തുടങ്ങാം. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഫൈസലിന്റെ ജീവിതത്തിലെ ഒരു ഫ്യൂച്ചർ ഗോളിന് അറൗണ്ടുള്ള പ്ലാനിങ്ങും അതിനുണ്ടാക്കിയ പോർട്ട്ഫോളിയോ അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുമാണ്. ഇതുപോലെ തന്നെ ജീവിതത്തിലുള്ള ഓരോ ഗോൾസിന് ഓരോ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി SIP ഇൻവെസ്റ്റ്മെന്റ് സെറ്റ് ചെയ്യണം. ആദ്യത്തെ ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ആ ലെസൺ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് തന്നെ ജീവിതത്തിലെ ട്രൂ ഗോൾസ് സെറ്റ് ചെയ്യണം. അപ്പൊ അടിപൊളിയായി എങ്ങനെ, എവിടെ, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് മുഴുവനായി പഠിക്കാൻ പറ്റിയില്ലേ? ഹാപ്പി ആയില്ലേ? അപ്പൊ മുന്നിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. ഒന്ന്, ഗോൾസ് എത്തുമ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് വിൽക്കാൻ പോകുമ്പോൾ അപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കണം. റിട്ടയർമെന്റ് പോലുള്ള ഗോളുകളാണെങ്കിൽ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ മുഴുവനായി ഒറ്റയടിക്ക് വിൽക്കില്ല. അപ്പോൾ ടാക്സ് ഇമ്പാക്ട് കുറവായിരിക്കും. പക്ഷേ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പോലെ ഒറ്റയടിക്ക് പൈസ വേണ്ട ഗോൾസ് ആണെങ്കിൽ അപ്പോൾ ഇൻകം ടാക്സ് ഇമ്പോർട്ടന്റ് വളരെ വലുതായിരിക്കും. അപ്പൊ ഗോൾസ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് പോലെ ഫ്യൂച്ചർ ഗോൾ എമൗണ്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ പോസ്റ്റ് ടാക്സ് ടാർഗറ്റ് വാല്യൂ ഫില്ല് ചെയ്താലേ ഈ പ്രശ്നം സോൾവ് ആകും. കൺഫ്യൂസ് ആക്കണ്ട എന്ന് വിചാരിച്ച് നേരത്തെ പറയാനതാണ്. ഇങ്ങനെ ഈ ഒരു നമ്പർ എടുത്ത് ബാക്കി സ്റ്റെപ്സ് പഴയ പോലെ ഫോളോ ചെയ്താലേ എല്ലാം പെർഫെക്റ്റ് ആണ്. ക്ലാസിന്റെ കൂടെ തരുന്ന വർക്ക് ഷീറ്റുകളിൽ തീർച്ചയായിട്ടും ഇതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. 2, ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള ഒറ്റയടിക്ക് പൈസ വേണ്ട ഗോൾസിനോട് അടുക്കുമ്പോൾ സേഫ് ആകാൻ എക്വിറ്റി കുറച്ച് ഡെറ്റ് കൂട്ടണം. അങ്ങനെയാകുമ്പോൾ അവിടെ നമ്മുടെ എക്സ്പെക്ടഡ് റിട്ടേൺസ് കുറയും. അത് നമ്മൾ മനസ്സിലാക്കണം. 3, അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാൻ കുറെ അധികം കാര്യങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും SIP കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി എമൗണ്ട് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഗോൾസിലേക്ക് എത്താനുള്ള സാധ്യത കൂടും. അപ്പൊ ശരിക്കും എത്ര രൂപ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വ്യക്തമായി മനസ്സിലായ സ്ഥിതിക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഇനി നമുക്ക് പഠിക്കാം. ഹൗ ടു ഇൻവെസ്റ്റ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചതുപോലെ മ്യൂച്വൽ ഫണ്ട്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഗ്രോ, സിറോദ കോയിൻ, അപ്സ്റ്റോക്സ് പോലെയുള്ള ആപ്പുകളിൽ പോയാൽ വളരെ ഈസിയായി വീട്ടിലിരുന്ന് തന്നെ ഡിജിറ്റലി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്ത് കണ്ടെത്തി വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ SIP സെറ്റപ്പ് ചെയ്യാം. ഇവിടെ രസകരമായ കാര്യം, നമ്മുടെ ബാങ്കിന്റെ മാൻഡേറ്റോ അല്ലെങ്കിൽ UPI ഓട്ടോപേയോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാല് എല്ലാ മാസവും നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡേറ്റില് നമ്മുടെ SIP എമൗണ്ട് വേണ്ട മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി പോയിക്കൊണ്ടിരുന്നോളും. അതാകുമ്പോൾ ഒരിക്കലും മിസ്സാകില്ല. ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് സ്വയം സെലക്ട് ചെയ്യാൻ അറിയില്ല എങ്കിൽ, താല്പര്യമില്ല എങ്കിൽ, പേടിയാണ് എങ്കിൽ, പ്രൊഫഷണൽ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫീഡ് പോലെയുള്ള ആപ്പുകളും ഉപയോഗിക്കാം. അങ്ങനെ റിസർച്ചോ അഡ്വൈസോ എടുക്കുന്നുണ്ടെങ്കിൽ അത് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുകളുടെ കയ്യിൽ നിന്നോ, സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന്റെ അടുത്ത് നിന്നോ, ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രമേ പാടുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ സ്റ്റോക്സിലോ ETFസിലോ ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം.
സിറോദ, അപ്സ്റ്റോക്സ്, ഫയേഴ്സ്, ഗ്രോ എന്നൊക്കെയുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ ആപ്പുകളാണ് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഈ അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അത് എത്ര ഈസി ആണെന്നും നമ്മൾ വ്യക്തമായി തന്നെ പഠിച്ചു. അപ്പോൾ അടുത്തത് പഠിക്കേണ്ടത് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ ട്രാക്കും മാനേജും ചെയ്യാം എന്നുള്ളതാണ്. ഹൗ ടു ട്രാക്ക് ആൻഡ് മാനേജ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളെ എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നും മോണിറ്റർ ചെയ്യാമെന്നും അപ്ഡേറ്റ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാമെന്നുമാണ്. ട്രാക്കിംഗ് മുതൽ നമുക്ക് തുടങ്ങാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആണല്ലോ. ഡെയിലിയോ വീക്ക്ലിയോ മന്ത്ലിയോ ഒന്നും തന്നെ ഈ ആപ്പുകൾ തുറന്ന് ഇൻവെസ്റ്റ്മെന്റ്സിനെ എടുത്ത് നോക്കണ്ട. അതിൽ എന്ത് സംഭവിച്ചു, അത് കയറിയോ ഇറങ്ങിയോ, ഇതൊന്നും നോക്കാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ശരിക്കും ടെൻഷൻ വരുന്നത്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ തോന്നുന്നത്, ലോങ് ടേമിലേക്കുള്ള ഫോക്കസും ഡിസിപ്ലിനും നഷ്ടപ്പെടുന്നത്. ഇൻവെസ്റ്റ്മെന്റ്സിന്റെ പെർഫോമൻസിനെ നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ ഓരോ മാസവും ബാങ്ക് ബാലൻസ് ഇഷ്യൂ കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമോ SIP ഫെയിൽ ആകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് നമ്മൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കി ട്രാക്ക് ചെയ്യണം. അത്ര മാത്രമേ ഓരോ മാസവും ട്രാക്ക് ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ വർഷത്തിൽ ഒരു ദിവസം, ഒരു സൺഡേ നമ്മളുടെ പ്ലാൻ റിവ്യൂ ചെയ്യാനും പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാനും മറ്റ് ഡിസിഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റിവെക്കണം. അവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ഗോൾസ് റിവ്യൂ ചെയ്യുക. ഗോൾസിന്റെ ടൈം ലൈനുകളെല്ലാം ഇപ്പോഴും സെയിം ആണോ? പുതിയ എന്തെങ്കിലും ഗോൾസ് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഗോളുകൾ ചേഞ്ച് ആവുകയോ പോവുകയോ ചെയ്തിട്ടുണ്ടോ? അതായത് ജീവിതം വളരെ ഡൈനാമിക് ആണല്ലോ. നമ്മുടെ സാഹചര്യങ്ങളും ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ എപ്പോ വേണമെങ്കിലും മാറാം. അപ്പോൾ നമ്മുടെ പ്ലാനുകളും അതിനനുസരിച്ച് മാറ്റണം എന്നുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്യേണ്ടത്. 2, വരുമാനത്തിന് റിവ്യൂ ചെയ്യുക. നമ്മളുടെ വരുമാനം കൂടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ്റുന്ന പോലെ SIP കൂട്ടുക. വരുമാനം 10% കൂടിയെങ്കിൽ 10%മോ അതിന്റെ മുകളിലോ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ ശ്രമിക്കുക. 3, അസറ്റ് അലോക്കേഷൻ റിവ്യൂ ചെയ്യുക. വിചാരിച്ച അസറ്റ് അലോക്കേഷനിൽ നിന്ന്, അതായത് നമ്മുടെ ഒറിജിനൽ പ്ലാനിൽ നിന്ന് പോർട്ട്ഫോളിയോ തെന്നി മാറിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് നമ്മൾ പ്ലാൻ ചെയ്തത് 70% equity, 20% debt, 10% gold ആണെന്ന് കരുതുക. എന്നാൽ ഇന്നത് 78% equity, 15% debt, 7% ഗോൾഡ് ആണെങ്കിൽ അസറ്റ്സ് വാങ്ങി വിറ്റിട്ടോ എക്സ്ട്രാ പൈസ ആഡ് ചെയ്തിട്ടോ തിരിച്ച് റീബാലൻസ് ചെയ്ത് ഒറിജിനൽ പ്ലാനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പോർട്ട്ഫോളിയോന്റെ അസറ്റ് അലോക്കേഷൻ മിക്സ് ഇങ്ങനെ മാറിപ്പോവുക. അതുപോലെ തന്നെ ഗോളിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡെറ്റ് പയ്യെ കൂട്ടുന്നതുമൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെയാണ് ചെയ്യേണ്ടത്. 4, റിവ്യൂ ഫണ്ട് പെർഫോമൻസ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽ മ്യൂച്വൽ ഫണ്ട്സും മറ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. റിവ്യൂ ചെയ്യുമ്പോൾ ആ അടുത്തുണ്ടായ ചെറിയ കയറ്റി ഇറക്കങ്ങളെ ഇഗ്നോർ ചെയ്യാം, എന്നാൽ ലോങ് ടേം പെർഫോമൻസ് അനലൈസ് ചെയ്യണം. ഇനി ഇങ്ങനെയൊന്നുമല്ല, നിങ്ങൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്തതല്ല, എന്നാൽ ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറോ സർവീസിലൂടെയോ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അവരോട് വർഷത്തിൽ ഒരിക്കലെങ്കിലും സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് ഈ ഒരു ടോപ്പിക് കൂടി മുഴുവനായി പഠിച്ച സ്ഥിതിക്ക് എങ്ങനെ ഇൻവെസ്റ്റിംഗ് തുടങ്ങാം, എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഡീറ്റെയിൽഡ് ആയി പഠിച്ചാൽ ഈ ക്ലാസ് ഇവിടെ തീരുകയാണ്. അതിശക്തമായി തന്നെ നിങ്ങൾക്ക് ഹൗ ടു ഇൻവെസ്റ്റ് എന്നുള്ളതിനെ പറ്റി എല്ലാം തന്നെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ചൊരു ഹെവി ആയ ക്ലാസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു തന്നെ കാണുക. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഉടനെ തന്നെ ഈ ക്ലാസിന്റെ ചെക്ക് ലിസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നോളജ്. ഒരു ഫൈനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാൻ പഠിച്ചു, എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യണമെന്നും പഠിച്ചു, അതിനനുസരിച്ച് എത്ര എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പഠിച്ചു. രണ്ടാമത് കോമൺ മിസ്റ്റേക്സ് നോക്കാം. ഏറ്റവും വലിയ ഒരെണ്ണം മാത്രം പറയാം. ഒരു ഗോളോ പ്ലാനോ ഒക്കെ ഇല്ലാതെയാണ് കൂടുതൽ പേരും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്നത് കൊണ്ട് തന്നെയാണ് പലരും കുറച്ച് നാൾ കഴിഞ്ഞ് അത് വിറ്റ് കളയുന്നതോ ഇൻവെസ്റ്റ്മെന്റ് നിർത്തുകയോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ്സിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് തന്നെ കൂട്ടിക്കോ. പണം ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യുന്നത് നാട്ടുകാരെ കാണിക്കാനോ സ്വന്തം ഈഗോ ബൂസ്റ്റ് ചെയ്യാനോ ഒന്നുമല്ല, എന്നാൽ സ്വന്തം ജീവിതത്തിന്റെ ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അടുത്തത് സ്മാർട്ട് ഹാബിറ്റ്സ് പെട്ടെന്ന് നോക്കാം. ഗോൾ റിവ്യൂ കൃത്യമായി ചെയ്യുക. എപ്പോഴും ജീവിതം എന്താണെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും എങ്ങോട്ടാണ് പോകേണ്ടതെന്നും അതിനനുസരിച്ചാണോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് എന്നുള്ളതും എപ്പോഴും ചിന്തിക്കുക. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവുക. അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ഇടയ്ക്കിടയ്ക്ക് ആപ്പ് തുറന്നു നോക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ആ ശീലം മാറ്റുക. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിന്റെ അസൈൻമെന്റ് കൂടി തന്നിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഈ ക്ലാസ്സിലും ലാസ്റ്റ് ക്ലാസ്സിലും പഠിച്ച ഫുൾ നോളജും സ്റ്റെപ്സും ടൂൾസും യൂസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിനും ഇൻവെസ്റ്റ്മെന്റ്സിനും പെർഫെക്റ്റ് ആയ ഒരു പ്ലാൻ ഉണ്ടാക്കണം.
പേടിക്കരുത്, സമയം കണ്ടെത്തി ഇരുന്ന് ചെയ്താൽ എന്തായാലും പറ്റും. ചെയ്ത് തീർത്തിട്ട് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ വന്നിട്ട് അസൈൻമെന്റ് കംപ്ലീറ്റഡ് എന്ന് തീർച്ചയായിട്ടും പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത ക്ലാസ് വരുന്ന ചൊവ്വാഴ്ച ഇറങ്ങും. അപ്പോഴേക്കും എല്ലാവരും ഈ വിഷയം ഫുൾ പഠിച്ച് നോട്ട്സ് എല്ലാം എഴുതി അസൈൻമെന്റ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിശക്തം.